ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ലോഡഡ് ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നൊരു റെസിപ്പി തന്നെയാണ്. അതെൻ്റെ സ്റ്റൈലിൽ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ, ഫസ്റ്റ് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചിക്കൻ എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഗരം മസാല, ഒരല്പം കുരുമുളക് പൊടി. ഇത് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യുക. നിങ്ങൾ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു എഗ്ഗും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലവർ പൗഡർ, 1/4 കപ്പ് മൈദ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു എഗ്ഗിലാണ് ഉണ്ടാക്കുന്നത്. ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു ഗാർലിക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലോഡഡ് ഫ്രൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇത് നമ്മൾ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസാണ്. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കോൺഫ്ലവർ പൗഡർ, ഒരല്പം കാശ്മീരി മുളക് പൊടി, ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസല്ല ചീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ചീസ് ആഡ് ചെയ്യാനായിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഒരു ബൗളാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശേഷം ഫസ്റ്റ് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ റെഡ് സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം മയോണൈസാണ് ആഡ് ചെയ്യേണ്ടത്. മയോണൈസ് അത്ര പെർഫെക്റ്റായി വന്നിട്ടില്ല. മയോണൈസ് ഒന്ന് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ റെഡ് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളുടെ ചീസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.